മാതാപിതാക്കൾക്ക് പാദപൂജ നടത്തി ഗുരുപൂർണിമ ആചരിച്ച് അയ്യന്തോൾ അമൃതവിദ്യാലയം. മാതാ അമൃതാനന്ദമയി ദേവിയുടെ ദർശനങ്ങളനുസരിച്ച് അയ്യന്തോൾ അമൃതവിദ്യാലയത്തിൽ ഗുരുപൂർണിമ ഭക്തിനിർഭരമായി ആചരിച്ചു. സ്കൂളിൽ എത്തിച്ചേർന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും നെറ്റിയിൽ കളഭം ചാർത്തി താലങ്ങളുടെ അകമ്പടിയിലാണ് സ്വീകരിച്ചത്. സ്വാമി അമൃതഗീതാനന്ദപുരി മുഖ്യാതിഥിയായിരുന്നു. സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ സങ്കല്പപ്രകാരം ഒരു കുഞ്ഞിന്റെ ആദ്യ ഗുരുക്കന്മാർ മാതാപിതാക്കളാണ് എന്ന മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അമൃതവിദ്യാലയങ്ങളിൽ ഗുരുപൂർണിമ മാതൃപൂജയായി ആചരിക്കുന്നത്. ഈ മഹത്തായ കാഴ്ചപ്പാടിന് അനുസൃതമായി വിദ്യാർത്ഥികൾ സ്വന്തം മാതാപിതാക്കളുടെ പാദപൂജ നിർവഹിച്ച് അവരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയത് ചടങ്ങിലെ ഏറ്റവും ഭാവസാന്ദ്രമായ മുഹൂർത്തമായി. സ്വാർച്ചാപരാണാം അഖിലേഷ്ടദാഭ്യാം സ്വാഹാ സഹായാക്ഷ ദുരന്തരാഭ്യാം സ്വാന്താച്ഛ ഭാവ പ്രദപൂജനാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. ഗുരുപൂർണിമ ചടങ്ങുകളുടെ കാർമ്മികത്വം സ്വാമി അമൃതഗീതാനന്ദപുരി നിർവഹിച്ചു. സ്വാമിജി നടത്തിയ സത്സംഗം ഗുരുഭക്തിയുടെയും മാതൃപിതൃ സേവയുടെയും പ്രാധാന്യം വിദ്യാർത്ഥികൾക്ക് ആഴത്തിൽ പകർന്നു നൽകി. നമ്മൾ ഉണ്ടാക്കിയൊരു വാക്കാണ് ആൾ ദൈവം എന്നുള്ളത്. അപ്പൊ ആൾ ദൈവം എന്ന് പറയുമ്പോൾ അമ്മ ചെയ്യുന്നത്, അമ്മ പറയുന്നത് നമ്മുടെ ഉള്ളിൽ അനന്ത ശക്തിയുണ്ട് മക്കളെ. നമ്മുടെ ഈ നമ്മുടെ മന്ത്രജപം, നമ്മുടെ ഈശ്വരനാമം ജപിക്കും. ഈശ്വരനാമത്തിന് അനന്ത ശക്തിയുണ്ട്, നമ്മളെ ശുദ്ധീകരിക്കാൻ അനന്ത ശക്തിയുണ്ട്. ആ മന്ത്രജപത്തിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ശക്തി ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഗുരു എന്ന് പറയാം. നമ്മുടെ ഉള്ളിലുള്ള അനന്തമായ ദിവ്യശക്തിയാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ എല്ലാവരും ആൾ ദൈവങ്ങളാണ്. പക്ഷെ നമുക്ക് ഈ മറവ് ഉള്ളതുകൊണ്ട്, ഈ അജ്ഞാനം കൊണ്ട് മറവ്, എപ്രകാരം മേഘങ്ങൾ സൂര്യനെ മറച്ചു കഴിഞ്ഞാൽ അതുപോലുള്ളതാണ് നമ്മുടെ സ്ഥിതി. ആ മേഘങ്ങൾ പോയി കഴിഞ്ഞാൽ സൂര്യൻ സ്വയം പ്രകാശത്തെ എന്ന് പറയാണ്. സ്വയം പ്രകാശത്തെ ഈ ആത്മാ മേഘാപായേ അംശിമാൻ ഇവ. എപ്രകാരം ആ മേഘങ്ങൾ കൊണ്ട് പോയി കഴിഞ്ഞാൽ സൂര്യൻ സ്വയം പ്രകാശിക്കും, അതുപോലെ നമ്മുടെ അന്ധകാരത്തിലെ ഗുരു അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സൂര്യൻ സ്വയം പ്രകാശിക്കും. ബ്രഹ്മചാരിണി സാമഗീതാമൃത ചൈതന്യ അമ്മയുടെ പാദുക പൂജ നിർവഹിച്ചു. പാപാന്ധകാരാർക്കപരംപരാഭ്യാം താപത്രയാഹീന്ദ്ര ഖഗേശ്വരാഭ്യാം ജാഡ്യാബ്ധിസംശോഷണവാടവാഭ്യാം നമോ. ഗുരുപൂർണിമ വ്യാസപൂർണിമയായിട്ടും പറയാറുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ വേദത്തെ 4 വേദങ്ങളായി വ്യസിച്ച ആളാണ് വേദവ്യാസൻ. ആ മഹർഷിയുടെ ആദ്യത്തെ പേര് കൃഷ്ണവായനൻ എന്നാണ്. വേദങ്ങളെ 4 വ്യസിച്ച ശേഷമാണ് വേദവ്യാസം എന്ന പേര് മഹർഷിക്ക് കൈവരിച്ചിട്ടുള്ളത്. ആ മഹാഗുരുവിൻ്റെ ജന്മദിനമാണ് ഈ ദിവസം. നമ്മൾ എങ്ങനെ ജീവിക്കണം, ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ധർമ്മം എന്താണ്, അതാണ് മഹർഷി നമുക്ക് ഈ പുരാണങ്ങളിലൂടെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് വേദവ്യാസ മഹർഷിയെ ആദിഗുരു അല്ലെങ്കിൽ പരമഗുരുവായിട്ടും പറയാറുണ്ട്. ചടങ്ങിൽ പ്രിൻസിപ്പാൾ ബ്രഹ്മചാരിണി സാമഗീതാമൃത ചൈതന്യ, വൈസ് പ്രിൻസിപ്പാൾ നിത, അക്കാദമിക് കോർഡിനേറ്റർ ശ്രീജ, സ്കൂൾ ഹെഡ് ബോയ്, ഹെഡ് ഗേൾ, അവരുടെ മാതാപിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ എന്നിവരും പങ്കെടുത്തു. ATK ന്യൂസ്, അയ്യന്തോൾ.